മൂന്നാറിനടുത്തായി കേരള തമിഴ്നാട് അതിർത്തിയിൽ അധികാരം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു അടിപൊളി ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. കാന്തല്ലൂർ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ഗ്രൂപ്പ് റൈഡിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ മോർണിംഗ് ഷോറൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. മോർണിംഗ് സ്കൂൾ തുടങ്ങുന്ന സമയമായതുകൊണ്ട് റോഡ് നിറയെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവരുടെ ആവേശം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത്. ഞാനും ഇതുപോലെ റൈഡൊക്കെ പോകുന്നവരെ കാണുമ്പോൾ റോഡ് സൈഡ് പോയി നിൽക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ പാലക്കാടിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ തമിഴ്നാട് വഴി കാന്തല്ലൂർ പോകുന്നതാണ് അടുത്ത്. ഇതൊരു 2 days ട്രിപ്പാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 2 days കാന്തല്ലൂർ ട്രാവൽ ഗൈഡ് എന്നൊക്കെ വേണം ഈ വീഡിയോ വിളിക്കാം. പാലക്കാട്ടിൽ നിന്ന് കാന്തല്ലൂർ പോകാൻ 2 തമിഴ്നാട് ചെക്ക് പോസ്റ്റും 2 കേരള ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് വേണം പോകാൻ. അതിലൊരു തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ പെർ വണ്ടിക്ക് 50 രൂപ ഫീ അടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ആനമല ടൈഗർ റിസർവിലൂടെ യാത്ര ഉണ്ടാകും തുടർന്നു. ഈ റൂട്ടിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആന അതേപോലെയുള്ള വന്യമൃഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരു ഫോറസ്റ്റിൻ്റെ അകത്തോടെയുള്ളൊരു റോഡാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മറയൂരെത്തും. അവിടെയാണ് ഞങ്ങളുടെ റൈഡ് പോകുന്നവർക്കുള്ള ലഞ്ച് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മറയൂരിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. മൂന്നാർ റോഡിൽ നിന്ന് ശരിക്കും ഡീവിയേറ്റ് ചെയ്ത് കാന്തല്ലൂർക്ക് പോകുന്നത് ഈ മറയൂർ വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ വേറെ 2 ദിവസത്തെ ട്രിപ്പായതുകൊണ്ട് ഞങ്ങൾ കാന്തല്ലൂർ പോകുന്ന വഴിക്കുള്ള ഇരച്ചിൽപ്പാറ വാട്ടർഫാൾ കണ്ടിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത വാട്ടർഫാൾ, ആകാശത്ത് നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടം പോലെ. ഇത് റോഡിനോട് ചേർന്നുള്ള ഒരു വാട്ടർഫാളാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ. നല്ല റിസോർട്ട്, ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് നൈറ്റ് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അടിച്ച് പൊളിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ കാണാൻ ജീപ്പ് സഫാരി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ആദ്യം തന്നെ പോയത് ഒരു ഫേമസ് വ്യൂ പോയിൻ്റായ ഒറ്റമല വ്യൂ പോയിൻറ്റിലേക്കാണ്. റോഡ് മോശമായതുകൊണ്ട് 1 കിലോമീറ്ററോളം ജീപ്പിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ മുകളിലെത്തി. അവിടുത്തെ കാഴ്ച എത്ര നേരം നടന്ന ക്ഷീണമൊക്കെ മാറ്റുന്നതായിരുന്നു കേട്ടോ. അടുത്തത് ഞങ്ങൾ പോയത് ഭ്രമരം സിനിമയ്ക്ക് ശേഷം ഫേമസ് ആയ ഭ്രമരം വ്യൂ പോയിൻറ്റിലേക്കാണ്. ഒരു അടിപൊളി പുൽമേടും ട്രീ ഹട്ടും പിന്നെ ഒരു ചെറിയ കാടും ഒക്കെ കഴിഞ്ഞ് വേണം നമുക്ക് അവിടെ എത്താൻ. നിങ്ങൾ ഭ്രമരം വ്യൂ പോയിൻ്റ് പോവുകയാണെങ്കിൽ സൺസെറ്റ് സമയത്ത് പോകാൻ നോക്കുക ഗൈസ്. കാരണം അപ്പോൾ ഉള്ള വ്യൂ അടിപൊളിയായിരിക്കുമേ.
അവിടെ നിന്ന് ഞങ്ങൾ അടുത്തതായി പോയത് കാന്തല്ലൂർ വാട്ടർഫാൾ കാണാനാണ്. കാന്തല്ലൂരിലൊരു വലിയ വാട്ടർഫാളാണ് കേട്ടോ ഇത്. ഈവനിങ് തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടതിനാൽ ഞങ്ങൾ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നിങ്ങൾക്ക് വാട്ടർഫാളിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ കാന്തല്ലൂർ വാട്ടർഫാൾസ് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ കാന്തല്ലൂരിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ കണ്ട് റിസോർട്ടിൽ വന്ന് കുറച്ച് വൈകി ലഞ്ചും കഴിച്ച് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് ഇറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതെനിക്ക് ഇതേപോലുള്ള ട്രാവൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ മോട്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗൈസ്. അതേപോലെ തന്നെ കാന്തല്ലൂർ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ബൈ ഗൈസ്, റൈറ്റ് സേഫ്.